അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള അനാചാരങ്ങൾ തടയാനുള്ള നിയമം വേണമെന്ന ആവശ്യം പുതിയതല്ല. വർഷങ്ങളായി കേരളത്തിലെ പുരോഗമന പരിഷ്കൃത സമൂഹം ഉയർത്തുന്ന ആവശ്യമാണത്. ഇലന്തൂർ നരബലി കേസിന് പിന്നാലെ മന്ത്രവാദവും ആഭിചാരവുമെല്ലാം ഒരിക്കൽ കൂടി വലിയ ചർച്ചാ വിഷയമായി. UDF, LDF സർക്കാരുകളുടെ കാലത്തെല്ലാം ബില്ലുകളെക്കുറിച്ച് നിയമസഭയിലും പുറത്തും ചർച്ചകൾ നടന്നിട്ടുണ്ട്. 2019 ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ സമർപ്പിച്ച ബില്ലിലും തുടർ നടപടി ഉണ്ടായില്ല. അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള പരിധി നിശ്ചയിക്കാനാകുന്നില്ല എന്നതാണ് സർക്കാരുകളെ കുഴക്കിയത്. നിയമനിർമ്മാണം നടത്തുമെന്ന് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. വിശദമായി പരിശോധിക്കാം. ആദ്യം RDX ആപ്പിലേക്ക്. ആഭിചാരവും മന്ത്രവാദവും നിരോധിക്കാൻ നിയമം നിർമ്മിക്കില്ലെന്നാണ് കേരള യുക്തിവാദി സംഘം സമർപ്പിച്ച ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആദ്യം അറിയിച്ച നിലപാട്. സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ അതൃപ്തി അറിയിച്ച ഹൈക്കോടതി വിശദമായ സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് മന്ത്രവാദവും ആഭിചാരവും നിയന്ത്രിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ജസ്റ്റിസ് KT തോമസ് കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു യുക്തിവാദി സംഘത്തിന്റെ ഹർജിയിലെ ആവശ്യം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ആഭിചാര നിരോധന ബില്ലിനെ കുറിച്ച് ചർച്ചകൾ സജീവമാക്കിയിരുന്നു. ഇലന്തൂർ നരബലി കേസിന് പിന്നാലെ അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള ദുരാചാരങ്ങളും ക്രൂരകൃത്യങ്ങളും തടയുന്നതിനുള്ള നിയമം വേഗത്തിൽ കൊണ്ടുവരാൻ സർക്കാർ തലത്തിൽ ചർച്ചകൾ നടന്നു. നിയമനിർമ്മാണം മതവിശ്വാസത്തെ ഹനിക്കുമെന്ന വാദവും വിവിധ ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പും ഉയർന്നതോടെ സർക്കാർ പിന്നോട്ടടിച്ചു. ഈ നിലപാട് തിരുത്തുന്നതാണ് സർക്കാരിന്റെ ഇന്നത്തെ സത്യവാങ്മൂലം. RDX ന്യൂസ് മലയാളം. മറ്റു വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. നിയമം നിർമ്മിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ആഭിചാരവും മന്ത്രവാദവും നിരോധിക്കാൻ നിയമനിർമ്മാണമില്ല. ജൂണിൽ സർക്കാർ കോടതിയിൽ അങ്ങനെയാണ് പറഞ്ഞത്. നിയമനിർമ്മാണം വേണ്ട എന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്നും കോടതിയെ അപ്പോൾ അറിയിച്ചിരുന്നു. വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി അന്ന് സർക്കാരിന് നിർദ്ദേശം നൽകി. നിയമം നടപ്പാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം പിന്നീട് നൽകി. 2014 രമേശ് ചെന്നിത്തല അന്ധവിശ്വാസ നിരോധന ബിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തല കാലത്ത് ADGP ആയിരുന്ന ഹേമേന്ദ്രൻ ബില്ലിൻ്റെ കരട് തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്തതാണ്. UDF കാലത്തെ നിയമനിർമ്മാണ നീക്കങ്ങൾ ഇങ്ങനെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ വിദഗ്ധരുമായി ചർച്ച ചെയ്താണ് അന്ന് ബില്ല് തയ്യാറാക്കിയിരുന്നത്. ചെന്നിത്തലയുടെ സഭാ പ്രഖ്യാപനത്തിന് അപ്പുറം പക്ഷേ ബില്ലിനുമേൽ നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് നമ്മൾ കാണുന്നത്. എന്തായിരുന്നു തുടർ നീക്കങ്ങൾ? 2018 MLA PT തോമസ് അന്ധവിശ്വാസ നിരോധന ബിൽ സഭയിൽ അവതരിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നു. സ്വകാര്യ ബില്ലായതിനാൽ പരിഗണിച്ചില്ല. സമഗ്ര നയം കൊണ്ടുവരുമെന്ന് സഭയ്ക്ക് സർക്കാരിൻ്റെ ഉറപ്പ് ലഭിക്കുകയായിരുന്നു. 2019 ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കാര കമ്മീഷൻ ബില്ല് തയ്യാറാക്കി. ദ കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസസ്, സോഴ്സറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ 2019 എന്നതായിരുന്നു ആ ബില്ല്. മന്ത്രവാദം, പ്രേതബാധ ഒഴിപ്പിക്കൽ, നിധി തേടിയുള്ള ഉപദ്രവം എല്ലാം ശിക്ഷാർഹമാക്കുന്ന ബില്ലാണ് അന്ന് വന്നത്. ഇതുപ്രകാരം കുത്തിയോട്ടം, തൂക്കം, തീയാട്ടം, രോഗശാന്തി ശുശ്രൂഷകൾ എല്ലാം നിരോധിക്കേണ്ടി വരും എന്ന് നമ്മൾ കാണുന്നു. മതസംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയതോടെ സർക്കാർ പിന്നോട്ടടിക്കുകയാണ് ഉണ്ടായത്. 2019 കരട് ബില്ലിന് പകരം പുതുക്കിയ ബിൽ തയ്യാറാക്കണമെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. 2021 ബില്ല് ഇലന്തൂർ നരബലിക്ക് ശേഷമാണ്. 2021 KD പ്രസേനൻ കേരള അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബിൽ 2021 അവതരിപ്പിച്ചു. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ സമഗ്രമായി പരിശോധിക്കുന്ന ബില്ലിന്മേൽ തുടർ നടപടി ഉണ്ടായില്ല എന്ന് നമ്മൾ ഇപ്പോൾ കാണുന്നു. ഇലന്തൂർ നരബലി കേസിനെ തുടർന്ന് അന്ധവിശ്വാസ നിരോധന നിയമം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ സമൂഹത്തിൽ വന്നു. മതപുരോഹിതർ ഉൾപ്പെടെ രംഗത്തെത്തിയോടെ ഈ ഘട്ടത്തിലും ചർച്ചകളിൽ പക്ഷേ പുരോഗതി ഉണ്ടായില്ല. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ ചർച്ചകൾ സജീവമായപ്പോൾ എതിർപ്പുയർന്നു. ആചാരം അനാചാരം വേർതിരിക്കാനാകില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ മാറുകയും ചെയ്തു. സങ്കീർണമായൊരു വിഷയമായിട്ട് വരും നിയമം ഉണ്ടാക്കാൻ പോയാലെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. മഹാരാഷ്ട്രയിൽ നിയമം വന്നിരുന്നു. അവിടെയാണ് ഗോവിന്ദ് പൻസാരെ പിന്നീട് വെടിയേറ്റ് കൊല്ലപ്പെട്ട CPI നേതാവ്. അദ്ദേഹം ഇതിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു. ഈ സനാതന സംസ്ഥ എന്നോ മറ്റോ പറഞ്ഞ സംഘടനയാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതെന്ന് പിന്നീട് പല ആക്ഷേപങ്ങളും വന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതായിരുന്നു എന്ന ചർച്ചകളും ആ കാലത്തുണ്ടായിരുന്നു. എന്താ തോന്നുന്നത് ഹർഷന? ഇത് എളുപ്പമല്ല. കാരണം ഈ നേരത്തെ സർക്കാർ തന്നെ ആലോചിച്ച മട്ടിൽ ആചാരം ഏത് അനാചാരം ഏത് എന്ന് തരംതിരിക്കാനാകുമോ എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഒരൊറ്റയടിക്ക് കേരളീയ സാഹചര്യത്തിൽ നോക്കിയാൽ കേരളത്തിൽ വിവിധ മതസമൂഹങ്ങൾ ഒരുമിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ന്യൂനപക്ഷ സമൂഹത്തിനും വലിയ പങ്കാളിത്തമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അന്ധവിശ്വാസവുമുണ്ട്, അനാചാരങ്ങളുമുണ്ട് എന്നതാണ് വാസ്തവം. ഇതിനെല്ലാം തരംതിരിക്കേണ്ടി വരുമെന്ന്, ആചാരമേത് അനാചാരമേത് എന്നത് തരംതിരിക്കേണ്ടി വരും. അപ്പോൾ പല വലിയ വിശ്വാസികളുടെ പങ്കാളിത്തമൊക്കെയുള്ള പല പരിപാടികളും അനാചാരമാണ് എന്നോ അന്ധവിശ്വാസമാണോ എന്നോ
പറയേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കൃപാസനം ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ കൈ ഒടിഞ്ഞാൽ കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞു വെച്ചാൽ മാറിക്കൊള്ളുമെന്ന് ആ പത്രത്തിൽ തന്നെ അച്ചടിച്ച് കൊടുക്കുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനെ ഏത് ഗണത്തിൽ പെടുത്തും എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ അപ്പുറത്ത് കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് നമ്മൾ കണ്ടല്ലോ, വിസ്ഡവും മർക്കസുദ്ധവയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ജിന്നുണ്ടോ, ജിന്നിനെ ഏതെങ്കിലും ആഭിചാരക്രിയയ്ക്ക് പ്രയോഗിക്കാമോ എന്നൊക്കെയുള്ളത് സംബന്ധിച്ച് വലിയ തർക്കവും ചർച്ചയും നടക്കുകയാണ്. അത് എങ്ങനെയാണ് സർക്കാർ പരിഗണിക്കുക, ഇതിലേതിൽ ഉൾപ്പെടുത്തും എന്നുള്ളത്, അതിൻ്റെ വിശ്വാസ തലത്തെയും അന്ധവിശ്വാസ തലത്തെയും എങ്ങനെയാണ് അതിനെ തരംതിരിച്ച് കാണുക എന്നുള്ള പ്രശ്നമുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ. ഇതിനെ നേരത്തെ സനീഷ് പറഞ്ഞ ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഹിന്ദു എന്ന നിലയിൽ ഇത് പരുവപ്പെടുന്നതിന് മുമ്പ് തന്നെയുള്ള ആചാരങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുകയാണ് ഇപ്പോഴും പല രീതികളിൽ പല ക്ഷേത്രങ്ങളിലുമൊക്കെ. ഇതിനെയൊക്കെ എങ്ങനെയാണ് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ കാണുക? പഴയ നമ്മുടെ പഴയ പോക്കറ്റ് അഡ്വർടൈസ്മെൻറ്റിൽ വന്നിരുന്ന കുട്ടിച്ചാത്തന്മാരെല്ലാം ഇപ്പം വിഷ്ണുമായമാരായി മാറിയിട്ടുണ്ട്. അത് അന്ധവിശ്വാസമാണോ അതോ വിശ്വാസമാണോ എന്ന് തരംതിരിക്കേണ്ടി വരും. ഇതിങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ളത്, ഇതിപ്പോൾ ഒഡീസയിൽ നടപ്പാക്കിയിട്ടുണ്ട്, കർണാടകത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്, ഗുജറാത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ പ്രധാനമായും നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകളെ ഈ വിച്ഛണ്ട് ചെയ്യുന്ന പരിപാടി, അതായത് പിശാചാണെന്ന് മുദ്രകുത്തി, ദുർമന്ത്രവാദിനിയാണെന്ന് മുദ്രകുത്തിയൊക്കെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അതിനെതിരെയുള്ള ഒരു നിയമമൊക്കെ വന്നത്. കർണാടകമാണ് നമുക്ക് തൊട്ടു മുന്നിൽ ഏറ്റവും ഒടുവിൽ നടപ്പാക്കിയ ഒരു സംസ്ഥാനമായി. ഗുജറാത്തും വൈകിയാണ് നടപ്പാക്കിയത്, പക്ഷേ കർണാടകമൊക്കെ ഉണ്ട്. പക്ഷേ കർണാടകത്തിലൊക്കെ ആഭിചാരം നിർത്താനായിട്ട് നിയമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആഭിചാരക്രിയകളെല്ലാം ആചാരത്തിൻ്റെ ഭാഗമായി അവിടെ നടക്കുന്നു എന്നുള്ള കേരളത്തിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള വക. കേരളം കുറേ കൂടി യുക്തിഭദ്രമായി കാര്യങ്ങളെ കാണുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അത് നടപ്പാക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു നിയമം വരേണ്ടതുണ്ട്. അത് കുറച്ച് സങ്കീർണമാണെങ്കിൽ കൂടി അത് തരംതിരിക്കാനുള്ള ഒരു ശ്രമം നടക്കട്ടെ. എനിക്ക് തോന്നുന്നത് നിയമം എന്നതിനേക്കാൾ ബോധവൽക്കരണം ഒന്നുകൂടെ ശക്തമാക്കുക, ശാസ്ത്രീയമായ പ്രചാരണം നടത്തുക എന്നുള്ളതായിരിക്കും കേരള സമൂഹത്തിൽ ഗുണകരം. ആദ്യം സർക്കാർ എടുത്ത നിലപാടായിരിക്കും നല്ലതെന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. ഒന്ന്, ഈ യക്ഷി, മാടൻ, മറുത, ജിന്ന്, മാലാഖ എന്നൊക്കെ പറയുന്ന സംഗതികളെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സിൽ തന്നെയും കിടക്കുന്നതാണ്. അതിനെതിരെ ഒരു നിയമമൊക്കെ വന്നാൽ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് വരികയാണ് ചെയ്യുക. അപ്പോൾ നിയമനിർമ്മാണത്തിലേക്ക് പോകാതെ ബോധവൽക്കരണത്തിലൂടെ കാര്യങ്ങളെ കൊണ്ടുവരുന്നതായിരിക്കും കുറേ കൂടെ സേഫ് എന്നാണ് തോന്നലാണ് എനിക്കിപ്പോഴും ഉള്ളത്. എന്താണ് വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം? ഇതിനിടയിലുള്ളൊരു വിഭജന രേഖ വരയ്ക്കുക എന്നത് ഏതൊരു സമൂഹത്തിലും അതികഠിനമായ ദൗത്യമാകും. വ്യക്തിപരമായ അനുഭവം, സംസ്കാരപരമായ പാരമ്പര്യം, സമൂഹം പിൻപറ്റുന്ന വിശ്വാസധാരകൾ, ആധ്യാത്മിക മൂല്യങ്ങൾ, മതം, സമൂഹം, അങ്ങനെ നാനാതരം അടരുകളുള്ളൊരു സംഗതിയാണ് വിശ്വാസം. തെളിവും യുക്തിയും സംവേദനപരമായ യാതൊരു ബോധവുമില്ലാതെ ആളുകൾ അനുകരിക്കുന്ന, അന്ധമായി അനുസരിക്കുന്ന ഒരു ആചാരമോ ധാരണയോ എന്ന് അന്ധവിശ്വാസത്തെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതെങ്ങനെ നിർവചിക്കും? ആൾദൈവങ്ങളെ അടക്കം വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നിർവചനം വലിയ വെല്ലുവിളിയാണെങ്കിലും അതിന് മുൻകൈയെടുക്കുക എന്നത് ഒരു പുരോഗമന സമൂഹം ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് RDX പറഞ്ഞു വെക്കുന്നു. ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന ബോധ്യത്തോടെ തന്നെ RDXന് പറയാനുള്ളത് സമഗ്രമായി പഠിച്ച് കൃത്യമായൊരു നിയമനിർമ്മാണത്തിലേക്ക് എത്രയും വേഗം സർക്കാരിന് എത്താനാകട്ടെ എന്ന് തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.